നാട്യ നടനവേദികളിൽ ഗോത്രകലകളെയും നെഞ്ചേറ്റി ഉദിനൂരെന്ന കലാഗ്രാമം. കാസർഗോഡ് റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി അരങ്ങിലെത്തിയ ഗോത്രകലകളെ സദസ്സ് ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. എന്നാൽ ഇവയിൽ പലതിലും മത്സരാർത്ഥികൾ കുറവായിരുന്നു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. പളിയനൃത്തം, പണിയനൃത്തം, മലപ്പുലയാട്ടം, മംഗലംകളി, ഇരുളനൃത്തം എന്നിങ്ങനെ ആദ്യമായി കാസർഗോഡ് റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദിയിലെത്തിയ ആദിവാസി ഗോത്ര നൃത്ത കലാരൂപങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. കാസർഗോഡ്, ഇടുക്കി, പാലക്കാട്, വയനാട്, അട്ടപ്പാടി തുടങ്ങിയ ആദിവാസി ഊരുകളിലെ ഗോത്ര നൃത്തങ്ങളാണ് ഇവയെല്ലാം തന്നെ. ഇടുക്കി കുമളിയിലെ ആദിവാസി വിഭാഗമായ പളിയരുടെ പാരമ്പര്യ കലാരൂപമാണ് പളിയ നൃത്തം. പളിയർ തങ്ങളുടെ കുലദേവതയായ മാരിയമ്മയെ ആരാധിക്കാനായി അവതരിപ്പിക്കുന്ന കലാരൂപമാണിത്. കാസർഗോഡിന് പുതുമയുള്ള ഈ ഗോത്ര കലാരൂപത്തിൽ പക്ഷേ മത്സരാർത്ഥികൾ കുറവായിരുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിൽ 1ഉം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 2 ടീമുകൾ മാത്രമാണ് പളിയ നൃത്തം അവതരിപ്പിക്കാൻ ഉണ്ടായിരുന്നത്. കാസർഗോഡിന്റെ തനത് കലാരൂപമായ മംഗലംകളി മത്സര മികവ് കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ആവേശം നിറച്ചു. ഏറെ വൈകിയും കാണികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ വേദിയിലാണ് ഗോത്രകലകൾ അവതരിപ്പിച്ച് പൂർത്തീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.